நீங்கள் Drishyam 2 பார்த்த அப்புறம் you said about Mohanlal, it's worth watching just for him. What a natural actor அப்படின்னு சொல்லியிருந்தீங்க. உங்கள் டெஃபினேஷனில் what is natural acting? ஆக்டிங் தெரியக்கூடாது. ஆக்ட் பண்ணுறாங்கன்னு ஒரு பர்சன்ட் கூட வரக்கூடாது. வாட் எவர் மோகன்லால் பிளேஸ் நம்ம மோர் அவரை வந்துட்டு யூ கேன் சி ஹவு மைன்யூட் டீட்டெயிலெலாம் அவர் எவ்வளோ எடுத்து ஐ மீன் இட்ஸ் அ நேச்சுரல் ஆக்டர். മലയാളത്തിലും തമിഴിലും ബോളിവുഡിലും സിനിമ ചെയ്തു. ഏറ്റവും അത്ഭുതപ്പെടുത്തിയ അഭിനേതാവ് ആരാണ്? മോഹൻലാൽ തന്നെ. മോഹൻലാൽ അഭിനയത്തിൽ ഞാൻ കാണുന്ന പ്രത്യേകത അനായാസം. സ്പോണ്ടേനിയസ് ആയിട്ട് ചിലപ്പോൾ ക്യാമറ ഓൺ ചെയ്തിട്ട് അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം. He's unique. It's very special. ലാലും 29-ാമത്തെ വയസ്സിൽ കിരീടം ദശരഥവും ചെയ്ത ആളാണ്. അമ്മേ, ജീവിതം എനിക്ക് കൈവിട്ടു. 29-ാമത്തെ വയസ്സിൽ അത്തരം ഒരു ക്യാരക്ടർ ചെയ്യാൻ പ്രാപ്തരായില്ല. അഭിനയിക്കുന്ന മോഹൻലാലാണ്, കഥാപാത്രം ഇന്നതാണ്. ഇത് രണ്ടും നമുക്ക് ഒരേ സമയം ഓർമ്മിക്കാൻ കഴിയുന്ന മോഹൻലാൽ വിസ്മയങ്ങളുടെ അവസാനിക്കാത്ത ഒരു ഖനിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞാൻ വാരണാസിയിലാണ്, കാശിയിൽ. ഒടിയൻ മാണിക്കന്റെ കഥ പറയാനായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. കുറച്ചു കാലങ്ങളായിട്ട് മോഹൻലാൽ എന്ന നടന വിസ്മയം മങ്ങിക്കിടക്കുകയാണ്. മണിരത്നവും പ്രിയദർശനും വാഴ്ത്തിയ മോഹൻലാൽ പല ട്രോൾ ഗ്രൂപ്പുകളും വാഴ്ത്തിയിട്ടാണ് ഇന്ന് മോഹൻലാൽ അറിയപ്പെടുന്നത് തന്നെ. അഭിനയത്തിൽ അനായാസത കൈമുതലാക്കിയ അസാമാന്യ പ്രതിഭയെന്ന് ലോകം തന്നെ വാഴ്ത്തിയ നടൻ. പക്ഷേ ആ ലാലേട്ടനെ എവിടെയോ മലയാളിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ മുറവിളി. ഏത് തട്ടിൽ നോക്കിക്കഴിഞ്ഞാലും ലാലേട്ടനെ ഒരു ലാഫിംഗ് സ്റ്റോക്ക്, ഒരു ബഫൂണിനെ പോലെ ഒരു ലാഫിംഗ് സ്റ്റോക്ക് ആക്കി മാറ്റി. സമീപകാല സിനിമകൾ കടുത്ത മോഹൻലാൽ ആരാധകർക്ക് പോലും സമ്മാനിച്ചത് നിരാശയാണെന്നുള്ളതാണ് സത്യം. മറയ്ക്ക അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമയിൽ പലയിടത്തും മോഹൻലാലിന്റെ അഭിനയം പരമ ദയനീയമായിരുന്നു എന്ന് ഫാൻസുകാർ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു. ഇപ്പോൾ മോഹൻലാലിൻ്റെ തുടർച്ചയായിട്ടൊരു 10 പടങ്ങൾ ഫ്ലോപ്പായി എന്ന് വിചാരിക്കുക. എല്ലാവരും മോഹൻലാലിനെ അങ്ങ് കുറ്റം പറയും, മോഹൻലാൽ അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞ് നല്ല ആഞ്ഞിച്ചിട്ട് വിളിക്കുന്നു. എന്താ സ്ക്രീനിൽ അദ്ദേഹത്തെ കാണിച്ച വിത്ത് അനിയുടെ BGM 2 സീനേ ഉള്ളൂ. അതിൽ കിട്ടണത് കിട്ടി. തിരശ്ശീലയിലെ മോഹൻലാൽ മാജിക് ഇനി അകലെയാകില്ല. കാത്തിരിക്കാം. ഒറ്റപ്പെടണം. ലാലേട്ടൻ എക്സ്പോസ്ഡായി. അഭിനയിക്കാൻ അറിയാത്തൊരു നടൻ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുവാണ്. അദ്ദേഹത്തിന് അഭിനയത്തെ കുറിച്ച് സംസാരിക്കില്ല. ഇത്രയും വർഷം സിനിമ അദ്ദേഹം ഏതെങ്കിലും സിനിമയിൽ അഭിനയിക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. ഒരു അടിപ്പട നായകനല്ല മോഹൻലാൽ എന്ന് പറഞ്ഞത്. ഇത് വേൾഡ് ക്ലാസ് ആക്ടർ ബോൺ ഇൻ ആർ ലാംഗ്വേജ്. സോ ദാറ്റ് ഈസ് വൈ വി സേ ദാറ്റ് മലയാളത്തിൽ സ്വന്തം